മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 22ാമത്തെ ദശകത്തിൽ 7, 8, 9 ശ്ലോകങ്ങളുടെ അർത്ഥം ഇന്ന് പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. ശ്രുതിസ്മൃതിഭ്യം വിഹിതാവൃതാദയ പുനന്തി പാപം നരുനന്തി വാസനം അനന്തസേവാതു നികൃന്ദതി ദ്വയീമിതി പ്രഭോ ത്വത്പുരുഷാപഭാഷിരേ. അജാമിളനെ യമഭടന്മാർ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് വിഷ്ണു പാർഷദന്മാർ മുമ്പിലെത്തി. വിഷ്ണു പാർഷദന്മാർ മറ്റവരോട് യമഭടന്മാരോട് ഇപ്രകാരം അവരെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താണ് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പ്രായശ്ചിത്തം എന്നൊന്നുണ്ട് എന്ന് നിശ്ചയില്ലേ? ഈ അജാമിളൻ അനവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിന് നിഷ്കൃതി പ്രായശ്ചിത്തം എന്നൊന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയില്ലേ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞിട്ട് അവർ തുടരുകയാണ്. വിഷ്ണു പാർഷദന്മാർ തുടർന്ന് പറയുകയാണ്. അതായത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നിഷ്കൃതി പ്രായശ്ചിത്തം ഇവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് പറയണത്. ശ്രുതിസ്മൃതിഭ്യം വിഹിതാ വ്രതാദയ, വ്രതങ്ങളൊന്നും അനുഷ്ഠിച്ചിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം എന്നുണ്ടെങ്കിൽ, പ്രായശ്ചിത്തമൊന്നും ഇയാൾ ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത് എങ്കിൽ എന്താണ് പ്രായശ്ചിത്തം എന്നുള്ളതാണ് പറയണത്. ശ്രുതിസ്മൃതിഭ്യം വിഹിതാ വ്രതാദയ, ശ്രുതികളിൽ, വേദങ്ങളിൽ അല്ലെങ്കിൽ സ്മൃതികളിൽ, പുരാണ ഇതിഹാസങ്ങളിൽ ഒക്കെ അനവധി പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവും. ഇന്ന പാപത്തിന് ഇന്ന പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളത്. അനവധി വ്രതാനുഷ്ഠാനങ്ങൾ, അതല്ലെങ്കിൽ തീർത്ഥസ്നാനങ്ങൾ, ഗംഗ തുടങ്ങിയതായിട്ടുള്ള നദികളിലുള്ള സ്നാനം, അതൊക്കെ പാപത്തിനെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വ്രതാദികളൊക്കെ, വ്രതാദികൾ, ആദികൾ എന്നുള്ളത് കൊണ്ട് ഈ തീർത്ഥസ്നാനം തുടങ്ങിയതിനെയൊക്കെയാണ് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള വ്രതം തുടങ്ങിയവയൊക്കെ എങ്ങനെയുള്ളത്? ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഹ, ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് വിധിച്ചിട്ടുള്ളതായ പ്രായശ്ചിത്തം ഇന്ന വിധത്തിലൊക്കെയാണ് വേണ്ടത് എന്ന് ശ്രുതികളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊക്കെ പുനന്തി പാപം, ചെയ്ത പാപങ്ങളെ ശുദ്ധീകരിക്കും, പാപം ഇല്ലാണ്ടൊക്കെ ഇരിക്കും. ചെയ്തു കഴിഞ്ഞിട്ടുള്ളതായ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു. പുനന്തിച്ച ശുദ്ധീകരിക്കുന്നു. പാപത്തെ ശുദ്ധീകരിക്കുന്നു, ചെയ്ത പാപത്തെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ അത്രേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. വാസനാം നലുനന്തി, വാസനയെ ഇല്ലാതാക്കുന്നില്ല. ലുനന്തി പറിച്ചെടുക്കണു, നുള്ളിക്കളയണു എന്നാണ്. പറിച്ചെടുക്കണു, ലുനന്തി വാസനാം നലുനന്തി, വാസനയെ നശിപ്പിക്കുന്നില്ല. അത് പാപമില്ലാണ്ടേക്കും, പക്ഷെ പാപം ചെയ്യാനുള്ളതായ വാസനയുണ്ടല്ലോ അതില്ലാണ്ടാവണില്ല. പിന്നെ ഈ തീർത്ഥസ്നാനാദികളെ കൊണ്ടൊന്നും, വ്രതങ്ങളെ കൊണ്ടും തീർത്ഥസ്നാനാദികളെ കൊണ്ടുമൊക്കെ ഈ പാപം ചെയ്യാനുള്ളതായ വാസന ഇല്ലാതാവണില്ല എന്നാണ്. അതായത് പാപം ചെയ്തു, അതിന് പ്രായശ്ചിത്തമായിട്ട് ഏത്തമ്പടി, അതല്ലെങ്കിൽ ഗംഗാസ്നാനം ചെയ്യേ, അല്ലെങ്കിൽ ചന്ദ്രായണം തുടങ്ങിയതായിട്ടുള്ള ചില കർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ പിന്നെയും ഈ പാപം തന്നെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അത് ചെയ്യാനുള്ള വാസനയാണുള്ളത്. പാപം അനുഷ്ഠിക്കാനുള്ളതായിട്ടുള്ള വാസന ഉണ്ടാവുമ്പോൾ പിന്നെയും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാപങ്ങൾക്കും പിന്നെയും വേണ്ട പ്രായശ്ചിത്തം എന്നുള്ളതാണ്. അപ്പോൾ വാസനാം നലുനന്തി, വാസനയെ, പാപം ചെയ്യാനുള്ളതായിട്ടുള്ളൊരു സംസ്കാരം അവിടെ ഉണ്ടാവുമല്ലോ, ആ സംസ്കാരത്തിനെ, വാസനയെ ഇല്ലാതാക്കുന്നില്ല. ചെയ്ത പാപത്തിനെ നശിപ്പിക്കും, അതിനെ നശിപ്പിച്ച് ശുദ്ധമാക്കും. പക്ഷേ പിന്നീട് ചെയ്യാനുള്ളതായ തോന്നൽ ഉണ്ടാവും, വാസന ഉണ്ടാവും അവിടെ എന്നാണ്. വാസനാം നലുനന്തി, ശ്രുതിസ്മൃതികളിൽ പറയുന്നതായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ പാപത്തെ ഇല്ലാണ്ടാക്കും, പക്ഷെ പാപം ചെയ്യാനുള്ളതായ വാസനയെ ഇല്ലാതാക്കുന്നില്ല. അപ്പോൾ പാപം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അജാമിളൻ എന്താ ചെയ്തത് എന്നാണ്. അനന്തസേവാതു നികൃന്ദതി ദ്വയീം. അനന്തസേവ, അനന്തൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ ഭഗവാൻ. ഭഗവാന്റെ സേവ, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്.
ഭഗവാന്റെ സേവയാണെങ്കിൽ അനന്തസേവാതു, അന്തമില്ലാത്തതായ അനന്തൻ എന്നുള്ളത് അനന്തന രൂപിയായിട്ടുള്ള ഭഗവാനെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവസാനമില്ലാത്തതായ ആദ്യവസാനങ്ങളില്ലാത്ത നിത്യനായിട്ടുള്ള ആ ഭഗവാനെ സേവിക്കുമ്പോൾ അനന്തസേവാതു നികൃന്തതി ദ്വയീം നികൃന്തതി, രണ്ടിനെയും നികൃന്തതി ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു, കൃന്ദനം ചെയ്യുന്നു, പറിച്ചു കളയുന്നു എന്നാണ്. നികൃന്തതി ദ്വയീം രണ്ടിനെയും ഇല്ലാതാക്കുന്നു. അനന്തസേവ ഭഗവാന്റെ സേവ, ഭഗവത് സേവ ആണെങ്കിൽ രണ്ടിനെയും, വാസനയെയും പാപത്തെയും, ചെയ്തു കഴിഞ്ഞിട്ടുള്ളതായ പാപവും ഇല്ലാണ്ടാവും, ചെയ്യാനുള്ളതായ വാസനയും ഇല്ലാണ്ടാവും. ഭഗവത് ഭക്തി ഉണ്ടാവുമ്പോൾ, ആ ഭഗവത് ഭക്തി ഉണ്ടായാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ പാപം ചെയ്യാനുള്ളതായ വാസന ഉണ്ടാവില്ല എന്നാണ്. ചെയ്തതായ പാപങ്ങളെ ഭഗവത് സേവ ഇല്ലാണ്ടാക്കും, ചെയ്യാനുള്ളതായ വാസനയെയും അത് ഇല്ലാണ്ടാക്കും. അനന്തസേവാതു നികൃന്തതി ദ്വയീം, രണ്ടിനെയും, വാസനയെയും ചെയ്ത പാപത്തെയും രണ്ടിനെയും ഇല്ലാതാക്കുന്നു. ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരെ, അങ്ങയുടെ പുരുഷന്മാര്, അങ്ങയുടെ ഭക്തന്മാരായ അവർ ഇതി ബഭാഷിരെ എന്നിങ്ങനെ പറഞ്ഞു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വപി നിഷ്കൃതീകൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ഇനി ഈ അജാമിളൻ ചെയ്തത് എന്താണ് എന്നാണെങ്കിൽ, ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വപി, ഇവൻ ജന്മസഹസ്രകോടികൾ, 1000 കൊല്ലങ്ങൾ, 1000 കൊല്ലമല്ല 1000 കോടി ജന്മങ്ങൾ, ജന്മസഹസ്രകോടിഭി, സഹസ്രകോടി ജന്മങ്ങൾ, 1000 കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതായ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷു അപി, ചെയ്തിട്ടുള്ളതായ പാപങ്ങളുടെ മുഴുവൻ, എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നിഷ്കൃതീകൃത, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. നിഷ്കൃതി പ്രായശ്ചിത്തം, നിഷ്കൃതി കൃത ചെയ്യപ്പെട്ടു. ഇവനാലാകട്ടെ, ഈ അജാമിളനാകട്ടെ, കോടി കർമ്മ ജന്മ 1000 കോടി ജന്മങ്ങൾ ചെയ്തിട്ടുള്ളതായ പാപങ്ങളുടെ മുഴുവൻ നിഷ്കൃതി പ്രായശ്ചിത്തം ഇപ്പം ചെയ്തു കഴിഞ്ഞു. എന്താണ് ആ പ്രായശ്ചിത്തം എന്ന് പറയാണ്? നിഷ്കൃതി കൃത, നിഷ്കൃതി ചെയ്യപ്പെട്ടു, പ്രായശ്ചിത്തം ചെയ്യപ്പെട്ടു. എന്താണ്? യദ് അഗ്രഹീത് നാമ ഭയാകുലഃ ഹരേഹേ ഇതി. യദ് എന്തെന്നാൽ ഇവൻ ഗ്രഹിച്ചു, സ്വീകരിച്ചു, ഇവൻ ഉച്ചരിച്ചു. അഗ്രഹീത് നാമ ഭയാകുലോ ഹരേഹേ, ഭയാകുലഃ ഭയപ്പെട്ടവനായിട്ട്, ഭയാകുലനായിട്ട്, ഹരേഹേ നാമ അഗ്രഹീത്, ഹരിയുടെ നാമം ജപിച്ചുല്ലോ, ഭഗവാന്റെ നാമം ജപിച്ചു, പേടിച്ച് വിറച്ചിട്ട്, അതായത് ഭഗവാനല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടല്ല, എങ്കിലും പക്ഷേ ആ ഭയത്തോടുകൂടി ഭഗവാന്റെ പേര് ജപിച്ചില്ലേ, നാമ ഹരേഹേ അഗ്രഹീത്, ഹരിയുടെ നാമം അഗ്രഹീത് സ്വീകരിച്ചു, നാരായണ എന്ന് ഉറക്ക വിളിച്ചില്ലേ പേടിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ 1000 കോടി ജന്മങ്ങൾ ചെയ്തതായിട്ടുള്ള ആ പാപം മുഴുവൻ നശിച്ചു കഴിഞ്ഞു. ഇനി വേറൊരു പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല, ഇവൻ്റെ വാസനയും ഒക്കെ നശിച്ചു കഴിഞ്ഞു എന്നാണ്. അനേനഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷു അപ്പി, എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ജന്മസഹസ്രകോടികളിൽ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഉള്ളതായിട്ടുള്ള നിഷ്കൃതി ചെയ്തു കഴിഞ്ഞു, പരിഹാരം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എന്തെന്നാൽ നാമ അഗ്രഹീത്, ഹരേഹേ നാമ അഗ്രഹീത്, ഹരിയുടെ പേര് ഉച്ചരിച്ചു, ഹരിയുടെ നാമം ഉച്ചരിച്ചു. എങ്ങനെ? ഭയാകുലനായിട്ട്, ഭയത്രസ്തനായിട്ട് ഹരിയുടെ പേര് ഉച്ചരിച്ചുവല്ലോ. അതുകൊണ്ട് ഇരിപ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ എന്നിങ്ങനെ അങ്ങയുടെ ആ ഭൃത്യന്മാർ ബഭാഷിരേ പറഞ്ഞു. അപ്പോൾ അതാണ് അജാമിളൻ ചെയ്തതായിട്ടുള്ള പ്രായശ്ചിത്തം. അതാണ് ആ മരണസമയത്ത് ഭയത്തോടുകൂടി ഹരിയുടെ നാമം ജപിച്ചു, നാമം വിളിച്ചു, ഉച്ചരിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ പാപങ്ങൾ മുഴുവൻ ഇല്ലാതായി എന്ന് പറഞ്ഞു. ഇനി അതിനെ തന്നെ ഒന്നും കൂടി വിസ്തരിച്ച് പറയാണ്. നൃണാമബുദ്ധ്യാപിം കുന്ദകീർത്തനം ദഹത്യഘൗഹൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാനിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. നൃണാം അബുദ്ധ്യ, നൃണാം മനുഷ്യർക്ക്, നരോ നരഹ എന്നുള്ളതിൻ്റെ ഷഷ്ഠിയാണ്. നൃണാം മനുഷ്യർക്ക്
അബുദ്ധ്യാ അപി ബോധമില്ലാതെ കൊണ്ട് തന്നെയാണെങ്കിലും ബുദ്ധിയോട് കൂടിയിട്ടല്ല, വേണം എന്ന് വിചാരിച്ചിട്ടല്ല, അബുദ്ധ്യാ അപി ബുദ്ധിയോട് കൂടിയിട്ടല്ലാതെയാണെങ്കിലും വിചാരിച്ചിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടല്ലെങ്കിലും അബുദ്ധ്യാ അപി മുകുന്ദ കീർത്തനം, മുകുന്ദൻ്റെ കീർത്തനം ഉണ്ടാവുകയാണെങ്കിൽ, ഭഗവാന്റെ കീർത്തനം ബോധമില്ലാതെ കണ്ട് വേണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും ഭഗവാന്റെ കീർത്തനം ചെയ്യുകയാണെങ്കിൽ ദഹത്യഖൗഖാൻ, അത് ദഹതി അഖൗഖാൻ, അഖം പാപം, അഖൗഖാൻ ഓഹം കൂട്ടം, പാപങ്ങളുടെ സമൂഹത്തെ ദഹതി ദഹിപ്പിക്കുന്നു, അഖൗഖാൻ അഖങ്ങളുടെ പാപങ്ങളുടെ ഓഘത്തെ, അതായത് സമൂഹത്തെ മുഴുവൻ ദഹതി ദഹിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. മഹിമാസ്യ താദൃശ, അസ്യ മഹിമ, ഇതിൻ്റെ മഹിമ, അതായത് മുകുന്ദകീർത്തനത്തിൻ്റെ മഹിമ, അസ്യ ഇതിൻ്റെ, അതായത് മുകുന്ദകീർത്തനത്തിൻ്റെ മഹിമ അസ്യ താദൃശ അപ്രകാരമുള്ളതാണ്. ഈ ഹരിനാമകീർത്തനം ജപിച്ചു കഴിഞ്ഞാൽ, ഹരിയുടെ നാമം ജപിച്ചു കഴിയുമ്പോൾ അത് എല്ലാ പാപങ്ങളെയും ദഹതി അഖൗഖാൻ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ മഹിമ. അസ്യ മഹിമ താദൃശ, അപ്രകാരമുള്ളതാണ്. മഹിമാസ്യ എന്നുള്ളത് പദം മുറിക്കുമ്പോൾ മഹിമ അസ്യ താദൃശ, അസ്യ മഹിമ താദൃശ, അതിൻ്റെ മഹിമ, ഹരിനാമകീർത്തനത്തിൻ്റെ മഹിമ അപ്രകാരമുള്ളതാണ്. അത് എല്ലാ പാപങ്ങളെയും വേണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിൽ തന്നെ ബോധമില്ലാതെ കണ്ടാണെങ്കിലും ആ നാമം അങ്ങോട്ട് ജപിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും എന്നാണ്. യഥാ അഗ്നി ഏതാംസി, ഇതുപോലെയാണത്. അഗ്നി ഏതാംസി വിറകിനെ എന്നതുപോലെ, അഗ്നി വിറകിനെ കാട്ടിലാണ് തീ കത്തുണ്ട്, തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും വിചാരിച്ചിട്ടാണോ? അല്ല, അല്ലാതെ കൊണ്ട് തന്നെ അത് ആ കാടിനെ മുഴുവൻ നശിപ്പിക്കും, കത്തി നശിപ്പിക്കും. അത് എന്ത് വിചാരിച്ചിട്ടൊന്നുമല്ല, എങ്കിലും ആ കാട്ടിലുള്ളതായിട്ടുള്ള എല്ലാ മരങ്ങളും അങ്ങോട്ട് കത്തി നശിക്കും. അങ്ങനെ യഥാ അഗ്നി ഏതാംസി, വിറകിനെ എന്നതുപോലെയും അഗ്നി വിറകിനെ എന്നതുപോലെയും പരിപൂർണമായിട്ട് അങ്ങോട്ട് കത്തി നശിപ്പിക്കും. അതുമാതിരി യഥാ ഔഷധം ഗതാൻ, ഔഷധം മരുന്ന് ഗതങ്ങളെ രോഗങ്ങളെ എന്നതുപോലെയും അഗ്നി വിറകിനെ എന്നതുപോലെയും തീയെ വിറകിനെ എന്നതുപോലെയും ഔഷധം ഗതങ്ങളെ എന്നതുപോലെയും മരുന്ന് അസുഖങ്ങളെ എന്നതുപോലെയും രോഗങ്ങളെ എന്നതുപോലെയും ആ ഹരിനാമകീർത്തനം എല്ലാ പാപങ്ങളെയും അഖൗങ്ങളുടെ പാപങ്ങളുടെ ഓഹത്തെ തന്നെ, കൂട്ടത്തെ തന്നെ അത് ദഹിപ്പിക്കുന്നു എന്നാണ്. ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ എന്നിങ്ങനെ അങ്ങയുടെ ആ ഭടന്മാർ, അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള ആ വിഷ്ണു പാർഷദന്മാർ ആ യമഭടന്മാരോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ അവരെ തടഞ്ഞു എന്നാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പാപങ്ങളൊക്കെ പറഞ്ഞു യമഭടന്മാർ വിഷ്ണുപാർഷദന്മാരോട് ഇയാൾ ചെയ്തിട്ടുള്ളതായിട്ട് പാപങ്ങളൊക്കെ ഉണ്ടതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനൊക്കെ മറുപടിയായിട്ട് ഈ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. പ്രായശ്ചിത്തം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹരിയുടെ നാമം ഈ മരണസമയത്ത് ആ ഹരിയുടെ നാമം ജപിച്ചില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും നശിച്ചു. ആ ഹരിനാമ കീർത്തനം അഖൗഖാൻ എല്ലാ പാപങ്ങളെയും അത് നശിപ്പിക്കും, പാപങ്ങളുടെ വാസനയെയും നശിപ്പിക്കും. അപ്പം അതുകൊണ്ട് അജാമിലിനെ സംബന്ധിച്ചിനി യാതൊരു പാപവും അവശേഷിക്കുന്നില്ല, പാപത്തിൻ്റെ വാസനയും ഇല്ലാണ്ടേയി. അപ്പം പിന്നെ ഇനി ദണ്ഡത്തിന് അർഹതയില്ല എന്ന് ഈ വിഷ്ണു പാർഷദന്മാർ തീർത്തു പറഞ്ഞു എന്നാണ്. ഇനിയുള്ള ശ്ലോകങ്ങൾ നാളെയാവാം. മൂന്ന് ശ്ലോകമായി ഒന്നും കൂടി ചെല്ലാം. ശ്രുതിസ്മൃതിഭ്യം വിഹിതാ വ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനം അനന്തസേവാതു നികൃന്ദതി ദ്വയീമിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നശിപ്പു പാപം സ്മൃതിവേദ നിശ്ചിത വ്രതത്തിനാൽ വാസന ബാക്കിയായിടും. ഭവാന്റെ സേവ നിഹനിപ്പു രണ്ടുമേ പറഞ്ഞു നിൻ സേവകരീ വിധം വിഭോ. അനേന ഭോ ജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വപി നിഷ്കൃതികൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭയന്നുരച്ചു തവ നാമമെങ്കിലും ഇവന്റെ ജന്മങ്ങളിലൊക്കെയാർജിതം
നശിച്ചു പാപം ദശലക്ഷമായുധം പറഞ്ഞു നിൻ സേവകരീവിധം വിഭോ. നൃണാമബുദ്ധ്യാപി മുകുന്ദകീർത്തനം ദഹത്യഖൗഖൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാനിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സ്തുതിക്കിലോർക്കാതെയുമാ മുകുന്ദനെയൊതുങ്ങിടും പാപമതിന്റെ വൈഭവാൽ ഗതം മരുന്നാൽ വിറകഗ്നി പോലെയും പറഞ്ഞു നിൻ സേവകരീവിധം വിഭോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.